ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നോമ്പ് 4 കേട്ടോ. അപ്പോൾ നോമ്പ് 4 വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത്താഴത്തിന് എണീച്ചിട്ടുണ്ട്. ഉറക്കമൊന്നും ശരിയായിട്ടില്ല കേട്ടോ, എന്നാലും എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ചായയും കടിയാണ് കഴിക്കാൻ വിചാരിച്ചത്. അങ്ങനെ ബർഗർ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ അതാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയിൽ ചായയും കുടിക്കുന്നുണ്ട്. പിന്നെ ഇറാനി പോള് ആക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ അതും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു പാത്രത്തിൽ, അതായത് തലേന്ന് ബാക്കി വന്ന കുറച്ച് കടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ, വേറെ ഫുഡൊന്നും കഴിക്കാനുള്ള മൂടില്ല. സോ അങ്ങനെ ചായയും കടിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായത്. അതിനുശേഷം ഒരു കുപ്പി ഫുള്ള് തണുത്ത വെള്ളം കൂടി കുടിച്ചിട്ടോ. എന്താ പറയുക, നല്ലോണം ദാഹിക്കുന്നുള്ളതുകൊണ്ട് വേഗം കുറേ വെള്ളമൊക്കെ കുടിച്ച്. എത്ര വെള്ളം കുടിച്ച് കഴിഞ്ഞാലും ദാഹിക്കേണ്ടത് ദാഹിക്കുമെന്നറിയാം, എന്നാലും ഒരു സമാധാനത്തിന് കുടിച്ചാട്ടോ. എന്നിട്ട് വീണ്ടും ഉറങ്ങി. അങ്ങനെ ഇതാ മോർണിംഗ് എഴുന്നേറ്റു. ഒരു 7 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എണീക്കുമ്പം. കണ്ടില്ല ഗൈസ്, ഉറക്കൊട്ടും ശരിയായിട്ടില്ല. പക്ഷെ നമുക്കിന്ന് കോളേജിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയൊക്കെയല്ലോ അങ്ങ് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേഗം ഷടപടിയെന്ന് റെഡിയായി. എന്നിട്ട് ഇതാ ബസ് സ്റ്റോപ്പിലോട്ടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ബുധനാഴ്ച ആട്ടോ, അതുകൊണ്ട് കളറാണ്. അപ്പോൾ ഉറക്കൊന്നും ശരിയായതുകൊണ്ട് ഫേസിലെടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നിട്ടാ. അങ്ങനെ ഇതാ ബസ്സിലൊക്കെ കയറിയിട്ട് പോവാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് നോമ്പ് 1, 2, 3 നല്ല ക്ഷീണമായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും നല്ല ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കോളേജിലേക്ക് എത്തുമ്പം. അങ്ങനെ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഇതാ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞാനിതാ അസൈൻമെൻറ്റ് ഫീ അടക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ സ്പോട്ടിലെത്താനായിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ടയേർഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ അസൈൻമെൻറ്റ് ഫീ അടക്കാണ്ട് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അസൈൻമെൻറ്റ് ഫീ അടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അസൈൻമെൻറ്റ് ഫീ അടക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഇയറിംഗ് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കി നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഫീസൊക്കെ അടച്ചു. അങ്ങനെ അവിടുന്ന് നാട്ടിലേക്കുള്ള ബസ് കയറി കേട്ടോ. അപ്പോൾ നല്ല ലേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണെങ്കിൽ ബസ്സിൽ കുറച്ച് ടൈം ഒന്ന് ഉറങ്ങി കേട്ടോ. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. എഴുന്നേറ്റപ്പോൾ ഇതാ എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ കുറച്ച് ടൈമും കൂടെ ബസ്സിലിരുന്നു. പിന്നെ അങ്ങനെ എത്തിയിട്ടോ. ഏകദേശം ഒരു 6:30 ആകുമ്പോഴാണ് ഞാൻ എത്തിയിട്ടുണ്ടായത്. വീട്ടിലോട്ടേക്ക് കയറി നേരെ ഞാൻ പോയത് കിച്ചണിലോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു, കല്ലുമ്മക്കായ്, സമൂസ, പിന്നെ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ അനിയത്തിയായിട്ട് ഉണ്ടാക്കിയത്. ഈ ഒരു കാസറോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിരുന്നു കേട്ടോ. പിന്നെ കറിയൊക്കെ ഉണ്ടായിരുന്നു ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് തുറക്കാനുള്ള ടൈം ആവാനായതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രഷ് ആകുന്നില്ല. നോമ്പ് തുറന്നിട്ടാകുമ്പം ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ലൈമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറന്നപാട് ലൈം കുടിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ലൈമും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ജ്യൂസ്, ഈത്തപ്പഴം ഒക്കെ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കൊടുത്തു. അൽഹംദുലില്ലാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇരുത്താണ് ഗൈസ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. നോമ്പ് എടുക്കുന്നതിനേക്കാൾ ക്ഷീണം നോമ്പ് തുറന്നു കഴിഞ്ഞാലാട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം, നിസ്കരിക്കണം. അപ്പോൾ അങ്ങനെ ഇതാ പിന്നെ പെട്ടെന്ന് പോയിട്ട് ഫ്രഷായി അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ നിസ്കരിച്ചു. കുറച്ച് സമയം ഖുർആനൊക്കെ ഓതിയപ്പോൾ ഒന്ന് നല്ല സമാധാനമായിട്ടോ. എന്നിട്ട് കേട്ടോ ഞാൻ ചായ കുടിക്കുന്നത്. നല്ല കടുപ്പത്തിലൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച് അപ്പോൾ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഓക്കെ ആയിട്ടോ. പക്ഷെ എന്താ പറയുക, വിശക്കുന്നുണ്ട്, പക്ഷേ ഫുഡൊന്നും നിറവണ്ണം കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ക്ഷീണമാണ് ഗൈസ്, എന്താ അറിയില്ല. അപ്പോൾ അങ്ങനെ ഇതാ പിന്നെ മൈസൂർ പാക്ക് ഉണ്ടായിരുന്നു. മൈസൂർ പാക്കൊക്കെ എടുത്ത് കഴിച്ചു. ഭയങ്കര മധുരമായതുകൊണ്ട് കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ബാക്കി കനിതി കൊടുത്ത് പിന്നെ ഇതാ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഉണക്കമുള്ളനും വറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഡിന്നറും കഴിച്ചു. അങ്ങനെ ഇതാ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.